എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളങ്ങനെ 5ാം മാസത്തിലോട്ട് കടക്കുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് സമയം പോണേന്ന് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ ശരിക്കും എല്ലാവരോടും പ്രഗ്നൻ്റ് ആണ് എന്ന് അനൗൺസ് ചെയ്തത് എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നത്. ഇതിപ്പോൾ 5 മാസത്തിലോട്ട് കടക്കാന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ഈ കുഞ്ഞാൾ ഇത്ര പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്കിന്നൊരു എന്താ പറയുക, വല്ലാത്തൊരു സങ്കടമൊക്കെ വരാമെന്ന് അറിയില്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. അംജുക്കാടെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ഇടാൻ കുറേ എനിക്ക് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അംജുക്കാടെ ആദ്യത്തെ റിയാക്ഷൻ എന്ത്, പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഫസ്റ്റ് റിയാക്ഷൻ എന്ത് എന്ന് ഇടാൻ. അപ്പം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം. നമ്മൾ ഇട്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അംജുക്ക് UK-ന്ന് എന്നെ നാട്ടിൽ നേരിട്ട് വന്ന് കണ്ടപ്പോഴുള്ള റിയാക്ഷനെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായുള്ളൂ. ഫസ്റ്റ് റിയാക്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് എന്തോ കാരണം കൊണ്ട് എനിക്ക് ഇടാൻ തോന്നിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ എല്ലാം കൂടെ എനിക്കൊരു വീഡിയോ ആയിട്ട് ഇടാൻ തോന്നി. റിയാക്ഷൻ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, കറക്റ്റ് റിയാക്ഷൻ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അംജുക്കാനെ ഫസ്റ്റ് കാണുന്നത് തൊട്ട് നമ്മുടെ കല്യാണത്തിൻ്റെ കുഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞൊരു എനിക്ക് കുറച്ച് മെമ്മറീസും കൂടിയും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഞാൻ ഫസ്റ്റ് അംജുക്കാനോട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് വീഡിയോ കോൾ വഴിയാണ്. അംജുക്ക് UK-ലാണ്, ഞാൻ ദുബായിലാണ്. ഞാൻ ദുബായിൽ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം. UK-ന്ന് ഞാൻ 3-4 പ്രാവശ്യം 5 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒക്കെ നെഗറ്റീവായിരുന്നു. പിന്നെ ഒരു കിറ്റും കൂടിയും ബാക്കി വന്ന് എന്താ പറയുക, ദുബായിക്ക് ഓടുന്നതാണ്. ഒരു പ്രതീക്ഷയില്ലാണ്ടാണ്, ചുമ്മാ ഒരു കിറ്റുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടും കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ടെസ്റ്റ് ചെയ്യാനായിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് അത് പോസിറ്റീവാന്ന് കണ്ടിട്ടും എനിക്ക് ശരിക്കും അതെന്താ പറയുക, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് എനിക്ക് മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു. സന്തോഷത്തിനേക്കാളും കൂടുതൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കയറിയിട്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഒക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അംജുക്കാനെ ഫസ്റ്റ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പാനിക്കായിരുന്നു, ഭയങ്കര സ്ട്രെസ്സായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സന്തോഷത്തിനേക്കാളും ഉപരി എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. എൻ്റെ ചുറ്റിനും നമ്പായിരുന്നു, ബ്ലാങ്കായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഷോക്ക് അടിച്ച പോലെയായിരുന്നു. ഞാൻ എന്താ അംജുക്കാണ്ട് പറയുന്നത് അറിയില്ല. അംജുക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്ക്, വിശ്വസിക്കാൻ പറ്റാത്ത ഇതായിരുന്നു. അവൻ ഉറങ്ങുമായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴാണ് ഞാൻ വിളിച്ചിട്ട് ലൈറ്റ് ഇട് എന്നിട്ട് കണ്ണ് തുറന്നൊന്ന് നോക്ക്, കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കണ്ണ് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ റിയാക്ഷൻ, അവനെ ഒട്ടും അംജുക്കാക്കൊരു വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു ആ സാധനം എന്ന് പറഞ്ഞാൽ. എത്ര പറഞ്ഞിട്ടും അംജുക്കാടെ ചെവി കയറുന്നില്ല. എനിക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല അത്. അപ്പം ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നില്ല, കുഞ്ഞി സ്റ്റാർട്ടിങ് ഒരു വേർഷൻ. പിന്നെ ഉള്ളത് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് കൊണ്ടു നടക്കാനുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആണ്. എന്താ പറയുക, വിശ്വാസം വന്നിട്ട് ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു വെളിവ് അംജുക്കാക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് സാധനമായിട്ട് ഞാൻ കൂട്ടാണ്. പക്ഷേ സ്റ്റാർട്ടിങ് ഉള്ളത് ഞാൻ കാണിക്കാം. എനിക്കിപ്പോൾ അത് കാണുമ്പോൾ, അന്ന് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് തോന്നില്ല, പക്ഷെ ഇപ്പം അത് വീഡിയോ എടുത്ത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരിതാണ് ഞാൻ വീഡിയോ ആഡ് ചെയ്യാം. ഹലോ, ഒന്ന് ലൈറ്റ് ഇടോ, ഒന്ന് ലൈറ്റ് ഇടോ. ഒന്ന് കണ്ണ് തുറക്കൂ. ഇതിത്തെ ഒരു ലൈൻ എന്ന് പറയണത് പ്രഗ്നന്റാ. അല്ല, ഒരു ലൈൻ അതെച്ചാ അത് അപ്പുറത്തെ ലൈന്, അത് എല്ലാത്തിനും ഉണ്ടാവും. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആവും. സ്ക്രീനില് ഒരു ലൈൻ കാണിച്ചാൽ ഇതിന്റെ അർത്ഥം പോസിറ്റീവാ. വിശ്വാസം വരുന്നില്ല.
ബാക്ക് ക്യാമിൽ കാണിച്ചു കൊടുക്ക്. ഓക്കെ, ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ബ്ലറാണല്ലോ. ഇതേ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പ്രഗ്നന്റ് ആണെങ്കിൽ നോട്ട് പ്രഗ്നന്റ് ആണെങ്കിൽ. നോട്ട് പ്രഗ്നന്റ് ആണെങ്കിൽ അതിന് വരത്തില്ല. അതല്ലേ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞേ. പ്രഗ്നന്റ് ആയി. ഇതായിരുന്നു റിയാക്ഷൻ ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ നാട്ടിലാണ്. ഇത് നമ്മുടെ ദുബായ് വീട്ടിൽ വിളിച്ച ഉടനെയുള്ള റിയാക്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലും അത് കാണുമ്പോൾ തന്നെ ഇല്ലേ ഒരു എന്താ പറയുക, ഒരു ഞെട്ടല്. അംജുക്കാടെ ഒരു ഞെട്ടല് കണ്ടില്ലേ? ഇതേ ഞെട്ടലായിരുന്നു ഞാൻ ആദ്യമായിട്ട് അംജുക്കാനെ കാണുമ്പോൾ ഉള്ളത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. അതിൻ്റെ ഫസ്റ്റ് ഞെട്ടൽ അത് ജൂൺ 10 ജൂൺ 10 ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റ്. ഞങ്ങൾ ആദ്യമായിട്ട്, അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ 8 ദിവസം മുമ്പാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മ, എനിക്ക് തന്നെ ഒന്ന് ഓർമ്മ പുതുക്കാട്ടോ. നമ്മളുടെ കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കല്യാണത്തിന് 8 ദിവസം മുമ്പ് മാത്രമേ ഞാനും അംജുക്ക് നേരി കാണുന്നുള്ളൂ. അതുവരെ വീഡിയോ കോൾ വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻഗേജ്മെൻറ്റ് പോലും ഞാനും അംജുക്ക് ഒരുമിച്ചുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീഡിയോ കോൾ വഴിയാണ് ഈവൻ എൻഗേജ്മെൻറ്റ് വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. എന്താ പറയുക, ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ടെൻഷനും എന്താ പറയുക ഒക്കെ കൂടിയിട്ടുള്ള. കാരണം ആദ്യമായിട്ട് ഒരാളെ കാണുകയാണ്, അത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് വേണ്ടി പോകണമാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്ന് പറയണത്. എവിടെയോ കിടന്നിരുന്ന 2 ആൾക്കാരാണ്. അതും ഞങ്ങൾ ലവ് മാരേജൊന്നുമല്ല, പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിട്ടുള്ളത് ഇത്. പക്ഷേ എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷ കൂടിയിട്ട് എൻ്റെ എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രതീക്ഷയില്ല. എന്തായിരിക്കും ഇനി എൻ്റെ ലൈഫ് എന്തായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളൊരു മൊത്തത്തിലിടായിരുന്നു. അപ്പോൾ ഇപ്പം അംജുക്ക ഞാൻ പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ അംജുക്കാക്കൊരു ഞെട്ടലുണ്ടായിരുന്നു. ഇതേ ഞെട്ടലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം അംജുക്കാനെ കാണുമ്പോൾ. ഞാൻ ഫസ്റ്റ് അംജുക്ക എൻ്റെ പിന്നീ വന്നിട്ട് എനിക്കിങ്ങനെ സർപ്രൈസ് തരുവാണ്. ഫസ്റ്റ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ കണ്ടതും ഞാൻ ഞെട്ടുന്നതാണ്. എനിക്കതും ഇതൊരേ റിയാക്ഷൻ പോലെ എനിക്ക് തോന്നിയിട്ടോ. അത് ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. എൻ്റെ ലൈഫിലെ എന്താ പറയുക, ഞങ്ങളെ 2 പേരെയും മെമ്മറീസിലെ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ എല്ലാമാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ജൂൺ 10 വേറൊരു നാട്ടിൽ നമ്മളിവിടുന്ന് നാടൊക്കെ വിട്ടിട്ട് 2 പേരും ഒരാൾ UK നിന്ന് നേരെ ബാംഗ്ലൂർക്ക് വരുന്നു. ഞാൻ നമ്മളിവിടുന്ന് വിട്ടിട്ട് ബാംഗ്ലൂർ പോകുന്നു. അങ്ങനെ ബാംഗ്ലൂർ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നു.
പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പോഴേ ഈ ജൂണിൽ 2 years ആവുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തിട്ട് 2 വർഷം ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ June 18th ഞങ്ങളുടെ മാരേജ് എന്ന് പറയുന്നത്, ഞങ്ങളുടെ നിക്കാഹും ഞങ്ങളുടെ റിസപ്ഷനും എല്ലാം. അവിടെ നിന്നാണ് പിന്നെ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫസ്റ്റ് മീറ്റ് കഴിഞ്ഞിട്ട് June 8 ദിവസം കഴിഞ്ഞ് June 18th എന്ന് പറയുമ്പോൾ പുതിയൊരു തുടക്കമാണ്. കല്യാണം, എന്താ പറയുക, ഒരു പുതിയൊരു ഫേസ് തന്നെ. ഇനി എന്താവുന്നോ ഏതാവുന്നൊന്നും അറിയത്തില്ല. നമ്മളൊരു പുതിയ കാലം വെക്കുകയാണ്. ഇതുവരെ ഉള്ളതുപോലെ ഒന്നല്ല. ഇനി എന്തായിരിക്കും ഏതായിരിക്കും ഒരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ് 2 strangers എന്താ പറയുക ഒരുമിച്ച് കൂടുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ നിക്കാഹും മാരേജും ഒക്കെ വളരെ ഇതോടി കഴിഞ്ഞു. ഒരു 1.5 വർഷത്തിൽ, ഇപ്പോൾ 2 വർഷമാവുന്നു, ജൂണിൽ 2 വർഷം. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നത് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കുറേ എന്താ പറയുക ഹാപ്പിനെസ് പോലെ തന്നെ കുറേ എന്താ പറയുക സ്ട്രഗിൾസ് ആണെങ്കിലും വിഷമങ്ങളാണെങ്കിലും പലതും മാറുന്നൊരു മിക്സായിരുന്നു. അതിലത്തെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ആഗ്രഹവും സ്വപ്നമായിരുന്നു ഞങ്ങളൊരു പാരൻ്റ് ആവുക എന്നുള്ളത്. അത് ആദ്യത്തിലൊന്നും ഞങ്ങളുടെ ഇതുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞൊരു ആദ്യത്തെ ഒരു വർഷം ഉണ്ടായിരുന്നില്ല, അങ്ങനൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തായി, പതുക്കെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം, ഒരു കുഞ്ഞും കൂടിയും വരണം. എനിക്ക് ഭയങ്കര അധികമായിട്ട് ആഗ്രഹം വന്നു. അത് കണ്ടിട്ട് അംജുക്കാക്കും ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറ്റി ബേബീസിൻ്റെയൊക്കെ റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും. അതിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ എന്താ പറയുക ടെസ്റ്റ് ചെയ്ത് നോക്കി നെഗറ്റീവ് കാണുമ്പോൾ ഒരു മനസ്സിലൊരു ഒരു വല്ലാത്തൊരു ഇതാണ്, എന്താ പറയുക, ഒരു വിഷമാണ് അത് എന്ന് പറയുന്നത്. അങ്ങനെ 2 പ്രാവശ്യം എന്താ പറയുക ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കണ്ട് പിന്നെ എനിക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യണതേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് എന്താ പറയുക പിന്നെയും ടെസ്റ്റ് ചെയ്തിട്ട് 4-5 times നെഗറ്റീവായിരുന്നു. പക്ഷെ പിന്നെ ടെസ്റ്റ് ചെയ്തതിലാണ് ഈ പോസിറ്റീവ് കാണിച്ചത്. അപ്പോൾ തന്നെ അധികം കുറേ വെയിറ്റ് ആക്കേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വിചാരിച്ച ഉടനെ തന്നെ ഒത്തിരി ലേറ്റ് ആവാണ്ടാണ് കിട്ടിയെങ്കിലും ഞങ്ങളും ആഗ്രഹിച്ചൊരു സമയത്ത് ഇങ്ങനെ നെഗറ്റീവ് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കടന്നു പോയപ്പോഴാണ് ഈ ഒരു സന്തോഷം വരുന്നത്. ഇപ്പോൾ വേറൊരു സ്റ്റെപ്പ് ഇടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫസ്റ്റ് മീറ്റ്, പിന്നെ കല്യാണം, ഇപ്പോഴേ വേറൊരു സ്റ്റേജ്, 3ാമത് ഒരാൾ വരുന്നത്. എനിക്ക് ശരിക്കൊരു ഡ്രീം പോലെയാണ് ശരിക്കും തോന്നുന്നത്, ഒരു സ്വപ്നം പോലെ. എന്താണ് പടച്ചോൻ എങ്ങനെയൊക്കെയാണ് സ്റ്റോറി കൊണ്ടുപോകുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതായിരുന്നു നമ്മുടെ റിയാക്ഷൻ, എൻ്റെ കുഞ്ഞി മെമ്മറീസ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് കുറേ എന്നെ ഇപ്പോൾ കാണുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് പറയും, ഓരോ ഗസ്സിങ് ആണ്, ഓക്കെ ഗേൾ ബേബി ആണെന്നോ ബോയ് ബേബി ആണെന്നോ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ബോയ് ബേബി ആണോ ഗേൾ ബേബി ആണെന്നോ തോന്നുന്നത്. 2 ബേബീസ് ആണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് 2 ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് ഞങ്ങളുടെ സ്വത്താണ്. അപ്പോൾ എന്നാലും നമുക്കൊരു ഇതുണ്ടാവില്ല, ഒരു ക്യൂരിയോസിറ്റി. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാരണം നമ്മുടെ മാരേജിൻ്റെ സമയം തൊട്ടിട്ട് എനിക്ക് വന്ന കുറേ കമൻറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. എൻ്റെ അംജുക്കാരൊക്കെ ഒരുപാട് കമൻറ്റ്സ് ഇതിലിപ്പോൾ ചിലപ്പോൾ കാണുന്നവർ ഇട്ടിട്ടുണ്ടായിരിക്കുന്നുണ്ട്. ഇപ്പം എന്ത് തോന്നുന്നു ഈ ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ? എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്കിത് കാണുമ്പോൾ ഒരു ഡ്രീമാണ്. എന്താ ആ ഡ്രീമിൽ നിന്ന് ഞാൻ ഇതുവരെ ഉണർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞു വീഡിയോ. ബൈ.